2026 ഫെബ്രുവരി 7-ാം തീയതിയിലെ മനോരമയിലും മാതൃഭൂമിയിലും വന്ന ഒരു വാർത്ത, 5-ാം പേജിൽ വന്ന ഒരു വാർത്തയാണ്. പ്രത്യക്ഷത്തിൽ നമുക്കത് നിർദോഷം എന്ന് തോന്നാം. മാതൃഭൂമി പത്രത്തിൽ 5-ാം പേജിൽ വന്ന വാർത്തയുടെ തലക്കെട്ട്: സ്പീക്കർ വിവാദത്തിൽ ബഹളമായതുകൊണ്ട് പ്രധാനമന്ത്രി ലോക്സഭയിൽ വരണ്ട. ഇതാണ് തലക്കെട്ട്. വാർത്ത അടിയിൽ കുറച്ച് വിശദമായിട്ട് മാതൃഭൂമി പറയുന്നുണ്ട്. മനോരമയിലെ പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭ 5-ാം ദിവസവും തടസ്സപ്പെട്ടു. ഇതാണ് മനോരമയുടെ വാർത്ത. ഈ രണ്ട് വാർത്തയുടെയും ടൈറ്റിലും വാർത്തയും വായിച്ചു വരുമ്പോഴേ നമുക്ക് വളരെ നിർദോഷമെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, അത് പ്രധാനമായും ഇന്ത്യൻ തലസ്ഥാനത്ത് ചില പത്രക്കാരിൽ നിന്നും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുമൊക്കെ കിട്ടിയ ചില വിവരങ്ങൾ, തികച്ചും അനൗപചാരികമായ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറയുവാനായി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ, അതായത് ലോക്സഭയിൽ വരണ്ട എന്ന് സ്പീക്കർ നിർദ്ദേശിച്ചതായിട്ട് സ്പീക്കർ ഓം ബിർള തന്നെ അറിയിച്ചു. അതാണ് ഇത് ഇന്ത്യൻ ലോക്സഭയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇത് വളരെ വളരെ അപൂർവമായ നടപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇത് ആദ്യത്തെ ഒരു നടപടിയായിരിക്കും. അദ്ദേഹം, സ്പീക്കർ ഓം ബിർള, ഇങ്ങനെ പ്രധാനമന്ത്രിയോട് പറയുവാനുള്ള കാരണം എന്താണ് എന്ന് സ്പീക്കർ വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്സഭയിലെത്തിയാൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉചിതമല്ലാത്തതും അപ്രതീക്ഷിതവുമായ ചില നടപടികളുണ്ടാകും എന്ന് ചില അന്വേഷണ ഏജൻസികൾ സ്പീക്കറെ അറിയിച്ചതുകൊണ്ടാണ് ലോക്സഭയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരണ്ട എന്ന് സ്പീക്കർ നിർദ്ദേശിച്ചത് എന്നാണ് സ്പീക്കർ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതൊരു നിസ്സാരമായ കാര്യമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം പ്രത്യക്ഷത്തിൽ ഈ വാർത്ത നിർദോഷമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വാർത്തയുടെ ഉള്ളടക്കത്തിലേക്കും ആ സംഭവത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ അത്ര ലളിതമായ ഒരു വാർത്തയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നന്ദി പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നടുത്തളത്തിൽ എത്തി ബില്ല് കീറുന്ന പ്രാകൃതന്മാരെ 1-2 കേരളത്തിൽ നിന്നും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ടല്ലോ. ബില്ല് വായിച്ചു നോക്കി മാന്യമായി സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത വിഡ്ഢികളാണ് ബെല്ലിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വെല്ലിലിറങ്ങുക, ബില്ല് കീറി പറപ്പിക്കുക, അതിനൊന്നും പ്രാഥമിക വിദ്യാഭ്യാസം പോലും വേണ്ട. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവരും ചെയ്യാവുന്നതാണ് ഇവറ്റകളൊക്കെ ചെയ്യുന്നത്. ഇവറ്റകളെയൊക്കെ എംപിമാരെന്ന് വിളിക്കുന്നത് പോലും ശരിയല്ല. നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെത്തി മാന്യമായി പെരുമാറാൻ അറിയാത്തവൻ എന്തോ MP എന്ന് പറയുന്നത് എങ്ങനെ വെക്കുന്നത്? അപ്പോൾ ഇവരൊക്കെ അവിടെ ചെന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിലെ ചുരുങ്ങിയത് 20% ആളുകളെങ്കിലും കൊടും ക്രിമിനലുകളാണ് എന്നാണ് അവരുടെ തന്നെ പ്രൊഫൈലുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ചിലർ 1-2 ബലാത്സംഗ കേസിൽ പ്രതിയാണ്, ചിലർ 4 അതോ 5-ലധികമോ കൊലപാതകം നടത്തിയ ആളുകളാണ്. അങ്ങനെ ബലാത്സംഗം ചെയ്തും കൊലപാതകങ്ങൾ നടത്തിയും ജനസേവനം ചെയ്തതിന് ജനങ്ങൾ കൊടുത്ത അംഗീകാരമായിട്ട് പാർലമെൻറ്റിൽ വന്ന ആളുകളുണ്ട് അവിടെ. അത് പാർലമെൻറ്റിലെ രേഖകളിൽ നിന്നുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. പലരും ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. ഇത്തരം കേസുകളിലാണ് പ്രതി. അല്ലാതെ ഒരു പൊതു പണിമുടക്കം നടത്തിയെന്നോ അല്ലെങ്കിൽ റോഡ് സൈഡിലെ നിരോധനം ലംഘിച്ചൊരു പ്രസംഗം നടത്തിയെന്നൊന്നുമല്ല. കൊടും ക്രൂരത കാണിച്ച കൊടും ക്രിമിനലുകൾ നമ്മുടെ പാർലമെൻറ്റിലുണ്ട്. അതൊരു വാസ്തവമാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം പദ്ധതി ഇരുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നന്ദി പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയെത്താനും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനുമാണ് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയെ കൊല്ലാൻ സാധ്യമല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ അടുത്തെത്താൻ കഴിയുന്നതും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ കഴിയുന്നതും അതിന് പറ്റിയ ഏക സ്ഥലം ഇന്ത്യൻ പാർലമെൻറ്റാണ്. ലോകത്ത് അതിന് പറ്റിയ ഏക സ്ഥലം ഇന്ത്യൻ പാർലമെൻറ്റാണ്. വേറെ ഒരിടത്തും പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെല്ലാനോ പ്രധാനമന്ത്രിയുടെ ശരീരത്തിൽ കൈവയ്ക്കാനോ കഴിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വാച്ച് ആൻഡ് വാർഡിനെ വെച്ചോ
അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയല്ല പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചാൽ തന്നെ വലിയ ശക്തമായ പരാതി വരും. പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ ഈ സെക്യൂരിറ്റിയുടെ ഇടയ്ക്ക് നിന്ന് വേണോ സംസാരിക്കാൻ എന്ന് ചോദിക്കാം. അപ്പോൾ വളരെ ആകസ്മികമായി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുക, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക. അപ്പോൾ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പാർലമെന്റിൽ കയ്യേറ്റം ചെയ്തു എന്ന് വന്നാൽ ആഗോളതലത്തിൽ ആ വാർത്തയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം എന്താണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാണം കെടുത്താൻ ഏറ്റവും പറ്റിയ മാർഗം ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് അദ്ദേഹത്തിനെ പാർലമെന്റ് അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. ഇവൻ കൊലക്കേസിൽ പ്രതിയാണെന്നോ ബലാത്സംഗ കേസിൽ പ്രതിയാണെന്നോ ഒന്നും ലോകം ചർച്ച ചെയ്യത്തില്ല. പ്രധാനമന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന വിഷയം മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ. അങ്ങനെ മോദിയുടെ അന്തസ്സ് തകർക്കാൻ കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നാണ് ദില്ലിയിലെ ചില പ്രവർത്തക സുഹൃത്തുക്കൾ അവരുമായിട്ട് ഞാൻ നടത്തിയ അനൗപചാരിക സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ അമ്മ ശ്രീമതി സോണിയാഗാന്ധി, അതായത് സോണിയ മൈനോയുടെ അച്ഛൻ, അദ്ദേഹം ഇറ്റലിക്കാരനാണ്. ഇറ്റലിയിലെ മുസോളിനിയുടെ നേതൃത്വത്തിലുണ്ടായ ഫാസിസ്റ്റ് പാർട്ടിയിലെ ഒരു അംഗവുമാണ്, സജീവ പ്രവർത്തകനുമായിരുന്നു. അപ്പോൾ ഫാസിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിൽ ആകർഷനായി പോയ ആളാണ് സോണിയാഗാന്ധിയുടെ അച്ഛൻ. പിന്നീട് അദ്ദേഹത്തെ റഷ്യയിലേക്കൊക്കെ നാട് കടത്തി. പിന്നീട് അദ്ദേഹം തിരിച്ച് ഇറ്റലിയിൽ വന്നു. അത് വേറെ ഒരു കഥയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരു ഫാസിസ്റ്റ് ആയ ഫാസിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന ഒരാളുടെ മകളാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഒരു ഫാസിസ്റ്റ് പാരമ്പര്യം, ഫാസിസ്റ്റ് ബ്ലഡ് രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന വസ്തുത അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരം ചില പരിപാടികൾ ആസൂത്രണം ചെയ്യാനും അതിന് പ്രോത്സാഹനം ചെയ്യാനും കൊടുക്കുവാനും ഒട്ടും മടിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് രാഹുൽ ഗാന്ധിയെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നോക്കുന്ന നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇതിൽ നിന്നും പുറകോട്ട് പോകുന്ന ആളല്ല. എന്തായാലും ശരി, ഡൽഹിയിൽ ഞാൻ കേട്ട വാർത്ത രാഹുൽ ഗാന്ധിയുടെ പരോക്ഷമായ പ്രേരണ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നുവെന്നും ഗുണ്ടകളായ ചില എം പിമാർ വളരെ പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനുമാണ് പദ്ധതിയിട്ടിരുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം, പ്രധാനമന്ത്രിയെ പാർലമെന്റിൽ കയ്യേറ്റം ചെയ്തു എന്ന് വരുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഞെട്ടിത്തരിച്ച് നിന്ന് പോകും. ഇന്ത്യയുടെ ക്രമസമാധാന നിലയെക്കുറിച്ച്, ഇവിടുത്തെ പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടാത്ത സുരക്ഷയെക്കുറിച്ച് ഒക്കെ ആശങ്കപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സുരക്ഷിതനല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയും എന്ന് ന്യായമായി ചോദിക്കാം. അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം അവർ ഉയർത്തിക്കൊണ്ടുവരും. രണ്ടാമത്തെ ഒരു കാര്യം, മോദിയെ കയ്യേറ്റം ചെയ്യുന്ന എം പി അല്ല അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ അതേ ഒരു ഹീറോ പരിവേഷത്തോടുകൂടി പുറത്തു വരും. ഞാനാണ് മോദിയെ കയ്യേറ്റം ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ അയാളെ ഒരു ഹീറോയാക്കി മാറ്റാനും അത്തരം ഒരു ഹീറോയാക്കി അയാളെ പ്രൊജക്റ്റ് ചെയ്യാനും അയാളുടെ അഭിമുഖത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ മത്സരിക്കുമെന്നും നമുക്കറിയാം. അവർക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാജ്യത്തെ തകർക്കുക. പിന്നെ അതിനെ തകർക്കുന്നതിന് കിട്ടുന്ന കൂലി വാങ്ങിക്കുക. അതാണ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലെ പത്രമുതലാളിമാരുടെ ലക്ഷ്യം. ചോര കുടിക്കുന്ന കൊതുകിനെ പോലെ അവരെ ഈ രാജ്യം വിറ്റും എന്ത് നശിപ്പിച്ചും എങ്ങനെയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പത്രമുതലാളിയും ആരിൽ നിന്നും പണം വാങ്ങിച്ചും എന്തും എഴുതുകയും പറയുകയും ചെയ്യുന്ന പത്രപ്രവർത്തകരും ധാരാളമുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി ഒരു അപഹാസ്യനായ പ്രധാനമന്ത്രിയായി മാറുക, ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ പാർലമെൻറ്റിൽ ആദ്യമായി കയ്യേറ്റം ചെയ്യപ്പെട്ട ഒരാൾ നരേന്ദ്രമോദി എന്ന നിലയിൽ പ്രചരണം നടത്തുക, ഇതൊക്കെ ഒരുപക്ഷെ കേൾക്കുമ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും ഇതൊക്കെ സംഭവിക്കുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കേരള അസംബ്ലിയിൽ ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചയാളാണ് എം വി രാഘവൻ. അദ്ദേഹം മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതല്ല, അദ്ദേഹം കൊണ്ടുകൊടുത്തൊരു പരാതി മന്ത്രി വാങ്ങിക്കാൻ വിസമ്മതിച്ചപ്പോൾ ബലം പ്രയോഗിച്ച് മന്ത്രിയുടെ പോക്കറ്റിലേക്ക് ഈ പരാതി വെച്ചു കൊടുക്കാൻ MVR ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന പരാതി. എന്തായാലും ശരി, ഈ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാനോ അതല്ലെങ്കിൽ മന്ത്രിയുമായി പിടിവലി ഉണ്ടായപ്പോൾ പെട്ടെന്ന് മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർമാരെല്ലാം കൂടെ ചാടി വീഴുകയും എം വി രാഘവനെ കേരള നിയമസഭയിലിട്ട്
അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം, ഏറ്റവും വിചിത്രമായ കാര്യം, എം.വി. രാഘവനെ മർദ്ദിക്കാൻ കൂടെ നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ പലരെയും എം.വി.ആർ തന്നെ വളർത്തിയെടുത്തവരായിരുന്നു. അങ്ങനെ എം.വി.ആർ വളർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ക്രൂരമായി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എം.വി.ആർ എന്ന് ഇത്തരണത്തിൽ സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വളരെ സമീപകാലത്ത് നടന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് നടന്ന കാര്യമാണ്, നമുക്കറിയാം. കെ.എം. മാണി സാറ് ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ബലം പ്രയോഗിച്ച് ധനമന്ത്രിയിൽ നിന്നും ബജറ്റ് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി ആക്രമിക്കാനായിട്ട് ചെന്നത് 3 വനിതാ MLA-മാരാണ്. മാനം മര്യാദയുള്ള ചില വനിതാ MLA-മാരുണ്ട്, ഐഷ പൂറ്റി അടക്കമുള്ള ആളുകൾ. അവർ നിസ്സഹായരായിട്ട് ഈ കാഴ്ച കണ്ടു നിന്നതേ ഉള്ളൂ. വേറെ ചില ആളുകൾ, എന്തിനും പോരുന്ന ചില ആളുകൾ ഉമ്മൻചാണ്ടി ആക്രമിക്കാൻ ചെന്ന കാര്യം ലൈവായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയെ നേരിട്ട് ആക്രമിക്കാൻ സ്ത്രീകൾ ഇറങ്ങുന്ന രംഗം. അപ്പം അങ്ങനെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ കേരള നിയമസഭയിൽ ആക്രമിക്കുന്നത് പോലെയുള്ളൂ ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ ആക്രമിച്ചാൽ അതിന് കിട്ടുന്ന ഒരു കവറേജ്, വേൾഡ് വൈഡ് കവറേജ് ആയിരിക്കും അതിന് കിട്ടുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ ശാരീരികമായി ആക്രമിക്കാനും അതിലൂടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുവാനും ഗൂഢമായ ഒരു ശ്രമം, ഒരു ഗൂഢാലോചന കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടന്നുവെന്നും അതിന് ചില കൊടും ക്രിമിനലുകളായ MP-മാരെ പാർട്ടി നേതാക്കന്മാർ റിക്രൂട്ട് ചെയ്തുവെന്നും അവർക്ക് അകമ്പടി സേവിക്കാനായിട്ട് ചില വനിതാ MP-മാരെയും സജ്ജരാക്കിയിരുന്നു എന്നുമാണ് എനിക്ക് കിട്ടിയ വിവരം. ഇത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിന് ആധികാരികതയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഗൂഢാലോചന നടത്തിയത് ആരാണ്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എനിക്കിപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുക മാത്രമേ ഉള്ളൂ. കാരണം പാർലമെൻറ്റിന് പുറത്ത് മോദിയെ തൊടാൻ ഇവർക്ക് പറ്റില്ല. പാർലമെൻറ്റിന് പുറത്ത് വെച്ച് ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന SGP-കാരുടെ കയ്യിൽ ലാത്തിയല്ല, തോക്കാണ്. ആ നിമിഷം അവനെ വെടിവെച്ച് കൊല്ലും. ഏത് MP ആയാലും ശരി, ഏത് കൊടും ക്രിമിനലായാലും ശരി, ഏത് സംസ്ഥാനത്തു നിന്ന് വന്നവനായാലും ശരി, പ്രധാനമന്ത്രിയെ അറ്റാക്ക് ചെയ്യാൻ അവൻ വെടിയേറ്റോടെ വീഴും. അതവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പ്രധാനമന്ത്രിയെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഇന്ത്യൻ പാർലമെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയാണ് അവർ അതിന് ആ വേദി തിരഞ്ഞെടുത്തത്. ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവം നമുക്കറിയാം. ശ്രീലങ്കയിലെത്തിയ രാജീവ് ഗാന്ധി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരൻ തോക്ക് എടുത്ത് രാജീവ് ഗാന്ധിയുടെ തലയ്ക്ക് പിന്നിലേക്ക് അടിക്കാൻ അടിക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയതുകൊണ്ട് നിമിഷാർത്ഥ നേരം കൊണ്ട് അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു. ഒരു റിഫ്ലക്സ് ആക്ഷൻ തോന്നി രാജീവ് ഗാന്ധി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാനെത്തിയ ഒരു പ്രധാനമന്ത്രിയെ വിദേശ രാജ്യത്ത് വെച്ച്, ശ്രീലങ്കയിൽ വെച്ച് അദ്ദേഹത്തിനെ കൊല്ലുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇതൊന്നും അത്ര അപ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചിലർ വിളിക്കുന്ന മുദ്രാവാക്യം നരേന്ദ്രമോദിക്ക് ഖബർ തീർക്കും എന്നാണ്, അദ്ദേഹത്തിൻ്റെ ശവക്കുഴി തോണ്ടും എന്നുള്ളതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രാകൃതനായ ഒരു പ്രതിപക്ഷ നേതാവ്, രാജ്യവിരുദ്ധനായ ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ നയിക്കുമ്പോൾ, അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പാർലമെൻറ്റിലെ കോൺഗ്രസിനെ നയിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിച്ചേക്കാം. എന്തായാലും ശരി, തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് ഉറപ്പായി. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ നേരിടാൻ കഴിയില്ലെങ്കിൽ കായികമായി നരേന്ദ്രമോദിയെ നേരിടാൻ ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. പണ്ടാരോ പറഞ്ഞ പോലെ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന മാനസിക അവസ്ഥയിലെത്തിയ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്ര ഒരു പരിപാടി ആസൂത്രണം ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഥവാ അങ്ങനെ സംഭവിച്ചത് എനിക്ക് കിട്ടിയ വാർത്ത ശരിയാണെങ്കിൽ വ്യക്തിപരമായി എനിക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും പരിശോധിച്ച് നോക്കിയാൽ ആർക്കും ഇതിനകത്ത് അത്ഭുതപ്പെട്ട കാര്യമൊന്നുമില്ല. എന്തായാലും ശരി, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കരുതിയിരിക്കേണ്ട ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.